നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു ദിവസത്തിലേക്ക് രാവിലെയുടെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം, സമാധാനവും സന്തോഷവും ഒക്കെയുള്ളൊരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളുടെ ഈ ദിവസം നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ പോകുന്നത് നാട്ടിൽ എന്തുണ്ട് കാണാനാണ്. നമ്മുടെ ചുറ്റും എന്ത് നടക്കുന്നുവെന്ന് കാണാം. നാട്ടിൽ എന്തുണ്ട്. കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ വാർത്തകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലതരത്തിൽ കടുവ, കാട്ടുപോത്ത്, അല്ലെങ്കിൽ ആന, പുലി, അങ്ങനെ പല ദിവസങ്ങളിൽ പല വാർത്തകളായി നമ്മുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ചിറ്റാറിൽ കാടിറങ്ങുന്ന വന്യമൃഗങ്ങളുടെ ഭീഷണിയിലുള്ള ഒരു കൂട്ടം ആളുകളെക്കുറിച്ചുള്ള വാർത്തയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത്. രാത്രിയും പകലും എന്നില്ലാതെ ആനയും പന്നിയും ഉൾപ്പെടെയുള്ള കാട്ടുമൃഗങ്ങൾ ഇവിടെ ജനവാസ മേഖലയിലേക്ക് എത്തുന്നതിനാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. കാട്ടാനകളുടെ മുന്നിൽ നിന്ന് തലനാരിഴക്കി രക്ഷപ്പെട്ടവർ ഇവിടെ നിരവധിയാണ്. വനത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് പത്തനംതിട്ടയിലെ ചിറ്റാർ. കർഷകരാണ് ഭൂരിഭാഗവും. രാത്രിയും പകലും വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിൽ എത്തുന്നതിനാൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ആനയും പന്നിയും ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളാണ് ഇവരുടെ സ്വൈര്യജീവിതം ഇല്ലാതാക്കുന്നത്. പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും വനം വകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 353 കുടുംബങ്ങൾ താമസമുണ്ട്. ഈ താമസം വയ്ക്കുന്ന ആൾക്കാർക്കെല്ലാം പുറംലോകവുമായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് ചെലവിന് വേണ്ടുന്ന സാമ്പത്തിക കണ്ടെത്താൻ പറ്റത്തുള്ളൂ. പക്ഷെ അവിടെ പോയിട്ട് വരുമ്പോഴൊക്കെ തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുമോ എന്നുള്ള ഒരു ഭയത്തിലാണ് ജനങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് കടന്നു പോകുന്നത്. വനമേഖലയിലൂടെയുള്ള യാത്രയിൽ പലപ്പോഴും കാട്ടാനകളുടെ മുന്നിൽ അകപ്പെട്ടവരുണ്ട്. ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരും ഏറെയാണ്. കാർഷിക മേഖലയായതിനാൽ കാട്ടുപന്നി ശല്യവും രൂക്ഷമാണ്. കൃഷി ചെയ്താൽ പോലും വിളവെടുക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ 6 കിലോമീറ്റർ ദൂരം വനമാണ്. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിട്ട് കിടക്കുന്നത്. കാര്യം സ്കൂളിൽ പോകുന്ന പിള്ളേരും കോളേജിൽ പോകുന്ന പിള്ളേരും എല്ലാം ഇവിടുന്ന് രാവിലെ 2 വീലറിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ 8 മണിക്ക് പോയപ്പോഴേ ഇപ്പോൾ അപകടം ഉണ്ടായത്. ഇപ്പം അത് കഷ്ടിച്ച് രക്ഷപ്പെട്ടതേ ഉള്ള ഇപ്പം ബൈക്കിൽ പോയവന്. കാര്യം അവൻ ആന വളവിന് തിരിഞ്ഞു വരുന്ന കണ്ടുകൊണ്ട് ബൈക്ക് നിർത്തിയിട്ട് അവൻ മുന്നോട്ട് എടുത്ത് വന്നപ്പോഴത്തേക്ക് പുറകെ വന്നിട്ട് ബൈക്ക് തട്ടി തെറിപ്പിച്ച് ഒരു 10-30 മീറ്റർ മുന്നോട്ട് റോഡിൽ കൂടെ നിരങ്ങി ബൈക്ക് പോയി. എന്നിട്ട് ഇവരുടെ പുറകെ പോയി. ഒരു 2 മീറ്ററിന്റെ വ്യത്യാസത്തിൽ ആന ഇവനും കൂടെ റോഡ് താഴോട്ട് ചാടിയത്. അങ്ങനെ രക്ഷപ്പെട്ടതിന് അവനൊരു മരത്തിന്റെ ഒട്ടി കൂടെ ആയിട്ട് അത് ഇപ്പുറത്തൂടെ ചാടി. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നു. കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കുടുംബങ്ങളും ഇവിടെയുണ്ട്. പകൽ സമയങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ തിരിച്ചു വരുന്നവരെ മാതാപിതാക്കളുടെ ഉള്ളിൽ തീയാണ്. ഇക്കാര്യത്തിൽ അധികൃതരുടെ കൃത്യമായ ഇടപെടലാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 പത്തനംതിട്ട. വനാതിർത്തിയിൽ ജീവിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുള്ളവരും ഇതിന് സമാനമായ രീതിയിലുള്ള പേടിയിലാണ് കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപാണ് മുള്ളരിങ്ങാട്ട് ഒരു യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അവിടെ വീണ്ടും കാട്ടാനകൾ എത്തുമ്പോൾ ജനങ്ങൾ വലിയ പേടിയിലാണ്. ജനവാസ മേഖലയ്ക്ക് അടുത്ത് കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത് പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരിക്കുന്നു. മുള്ളരിങ്ങാട് തലക്കോട് റോഡരികിൽ പനങ്കുഴിത്തോടിന് സമീപം വനാതിർത്തി വേർതിരിക്കുന്ന ഫെൻസിംഗിന് സമീപം കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിരിക്കുന്നത്. ഇത് കടന്ന് ഏത് സമയവും ആനകൾ എത്തുമെന്നാണ് ജനങ്ങളുടെ ഭയം. ഈ മേഖലയിലെ ജനങ്ങൾക്ക് രാത്രി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതെ രാത്രി ആഴികൂട്ടി കാവലിരിക്കുകയാണ് പ്രദേശവാസികൾ. 3 ഷിഫ്റ്റായിട്ടാണ് ഇവിടെ ജനങ്ങൾ കാവൽ നിൽക്കുന്നത്. യാന ഇങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ കാവൽ നിൽക്കുന്ന ആൾക്കാർ വളരെ ദുരിതത്തിലായതുകൊണ്ട് വെട്ടമില്ല വെളിച്ചമില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ആളുകൾ കൂടി പിരിവിട്ടിട്ടാണ് ഇപ്പോൾ ഇന്ന് ഇവിടെ വെട്ടം സ്ഥാപിച്ചത്. ഇന്നിപ്പോൾ വെട്ടം സ്ഥാപിച്ചപ്പോൾ കുറച്ച് വയറൊന്നും ഒക്കെ തയ്യാറാവുന്നതുകൊണ്ട് ഇതിൻ്റെ പരിപാടി നിർത്തി. നാളെ ബാക്കിയുള്ളതോടുകൂടി വെട്ടമിടാനുള്ള സംവിധാനം ചെയ്യും. കാട്ടാന ആക്രമണം നേരിടാൻ അധികാരികൾ ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെ ഒന്നുമായിട്ടില്ല. ആനയുടെ ചവിട്ടേറ്റ് യുവാവ് മരിച്ച ദിവസങ്ങൾ കഴിഞ്ഞിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആനയെ തുരത്താനുള്ള നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഞങ്ങൾ എന്നും പോടെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുകൊണ്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവിടെ ഫുള്ള് കഴിഞ്ഞിട്ട് ഞങ്ങൾ പണിയിടുന്ന പൈസ കൊണ്ടാണെങ്കിൽ ഇതെല്ലാം മേടിച്ച് ജനറേറ്റർ കൊണ്ടുവന്ന് വാടകയ്ക്ക് വെച്ച്. രാത്രിയായാൽ ചുള്ളിക്കണ്ടം മുതൽ പതലക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ വിവിധയിടങ്ങളിൽ ആഴികൂട്ടി ആന കൃഷിയിടങ്ങളിലേക്കും വീടുകളിലേക്കും എത്തുന്നത് തടയാൻ ഉറക്കമിളിച്ച് കാത്തിരിക്കുകയാണ് നാട്ടുകാർ.
ഇങ്ങനെ എത്രനാൾ തുടരാൻ കഴിയുമെന്നറിയില്ലെന്നും ഇവർ പറയുന്നു. ഏതാനും ദിവസം മുൻപ് പകൽ സമയത്ത് കാട്ടാന വലിയ പന മറിച്ച് റോഡിലേക്കിട്ടത് ഇതുവഴി വന്ന ബസിന്റെ മുകളിൽ വീഴാതിരുന്നത് തലനാരിഴയ്ക്കാണ്. പനങ്കുഴിയിൽ ആനയ്ക്ക് വെള്ളം കുടിക്കാൻ കഴിയുന്ന ചെറിയ കൈത്തോടുണ്ട്. ഇവിടെ പലപ്പോഴും ആനകൾ എത്തുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. മേഖലയിലെ ജനങ്ങളുടെ കഷ്ടപ്പാടിന് അടിയന്തരമായി ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 തൊടുപുഴ. പട്ടാമ്പി കുളപ്പുള്ളി IPT റോഡിലൂടെ യാത്ര ചെയ്യുന്നവരാണോ നിങ്ങൾ എങ്കിൽ മാസ്ക് കരുതുന്നതാണ് നല്ലത്. പാലക്കാട് കുളപ്പുള്ളി നിവാസികൾ മാത്രമല്ല, ഈ വഴി പോകുന്ന വാഹനയാത്രക്കാരും പൊടിശല്യം കൊണ്ട് വലയുകയാണ്. ഏറെ നാളായി തകർന്നു കിടന്നതാണ് പട്ടാമ്പി കുളപ്പുള്ളി IPT റോഡ്. നിരന്തര പ്രതിഷേധങ്ങൾക്കൊടുവിൽ റോഡ് നന്നാക്കാൻ തീരുമാനമായി. നവീകരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. പക്ഷേ 1 വർഷമായിട്ടും പണി പൂർത്തിയായില്ല. നീണ്ടുപോകുന്ന നവീകരണം ഇപ്പോൾ നാട്ടുകാരെ ഒന്നാകെ വലയ്ക്കുകയാണ്. ഓരോ വാഹനം കടന്നു പോകുമ്പോഴും മറുഭാഗം കാണാനാകാത്ത രീതിയിൽ പൊടിപടലമുയരും. പകൽ സമയം വീടുകളുടെ ജനൽ പോലും തുറക്കാനാകില്ല. ആരോഗ്യ പ്രശ്നങ്ങളും പതിവ്. വലിയ വാഹനങ്ങൾ പോകുമ്പോൾ കല്ല് ആളുകളുടെ ദേഹത്തും വാഹനങ്ങളിലേക്കും തെറിക്കുന്നു. നവീകരണം അതിവേഗം പൂർത്തിയാക്കുക മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ന്യൂസ് 18 പട്ടാമ്പി. ഇടുക്കി ചിന്നക്കനാലിൽ ലൈഫ് ഭവന പദ്ധതി പ്രതിസന്ധിയിലായിരിക്കുന്നു. പദ്ധതിയിൽ നിന്ന് നാട്ടുകാരെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ ലൈഫ് മിഷന് പരാതി നൽകിയെന്നാരോപിച്ച് UDF പ്രവർത്തകർ അവിടെ പ്രതിഷേധ സമരം നടത്തി. ഇടതുപക്ഷം ഭരിക്കുന്ന പഞ്ചായത്തിലെ ചില ഭരണസമിതി അംഗങ്ങളുടെ നിലപാടിനെതിരെ CPM ഏരിയ കമ്മിറ്റിയും രംഗത്തെത്തി. നിർമ്മാണ നിരോധനം നിലനിൽക്കുന്ന ചിന്നക്കനാലിൽ ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിക്കുന്നതിന് പോലും റവന്യൂ വകുപ്പിന്റെ NOC ആവശ്യമാണ്. ഏതാനും വർഷങ്ങളായി അർഹതപ്പെട്ട പലർക്കും NOC ലഭിക്കാത്തതിനാൽ പദ്ധതി പ്രതിസന്ധിയിലായിരുന്നു. കഴിഞ്ഞയിടെ NOC ലഭ്യമായതിനെ തുടർന്ന് ചില വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ ചില പഞ്ചായത്ത് അംഗങ്ങൾ ഇതിനെതിരെ രംഗത്തെത്തുകയും ലൈഫ് മിഷന് പരാതി നൽകുകയും ചെയ്തതായാണ് UDF ആരോപണം. ഇതിനെതിരെയും പഞ്ചായത്തിൽ നടക്കുന്ന വിവിധ ജനദ്രോഹ നടപടികൾക്കെതിരെയും UDF പ്രതിഷേധ മാർച്ചും ഉപരോധവും നടത്തി. ചില വാർഡുകളിൽ വീട് നിർമ്മാണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. ആവശ്യമായ രേഖകളടക്കം ലഭ്യമാക്കാൻ ഭരണസമിതിയിലെ ചില പഞ്ചായത്ത് അംഗങ്ങൾ ശ്രമിക്കാത്തതാണ് ഇതിന് കാരണമെന്നും ഇവർ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും CPM ഏരിയ കമ്മിറ്റി ആരോപിച്ചു. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതി ചില അംഗങ്ങൾ അത് LDFിലുള്ള ആളുകൾ തന്നെയാണ് അതിന് തടസ്സം നിൽക്കുന്നത്. ഇത് വളരെ ഗൗരവമായിട്ട് പരിശോധിക്കേണ്ടതാണ്. ഈ അവസാന കാലഘട്ടത്തിൽ ഇനി 6 മാസമേ ഉള്ളൂ. ഈ 6 മാസ കാലഘട്ടത്തിനിടയിൽ ഈ രീതിയിലുള്ള പുതിയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പ്രവർത്തനങ്ങളെല്ലാം അതിൽ നിർമ്മാണ പ്രവർത്തനം എല്ലാം നിർത്തിവെക്കണം, അതുപോലെ ലൈഫ് മിഷൻ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന ജനപ്രതിനിധികളുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ചിന്നക്കനാലിൽ ഇടതുപക്ഷത്തിലെ ഭിന്നത മൂലം മുമ്പ് ഭരണം കോൺഗ്രസിലെത്തുകയായിരുന്നു. പിന്നീട് ജില്ലാ നേതൃത്വങ്ങൾ ഇടപെട്ട് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമവായം രൂപപ്പെടുത്തി ഭരണം വീണ്ടും പിടിച്ചെടുത്തത്. നിലവിൽ പുതിയ പ്രതിസന്ധി ഉടലെടുത്തതോടെ സാധാരണക്കാരന്റെ വീടെന്ന സ്വപ്നം കൂടിയാണ് ഇല്ലാതായത്. ന്യൂസ് 18 ഇടുക്കി. അസൗകര്യങ്ങൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസിനെ കുറിച്ചാണ് അടുത്ത വാർത്ത. കൊട്ടാരക്കരയിൽ നിന്ന് 3 വനിതാ ജീവനക്കാർ മാത്രമുള്ള കെട്ടിടത്തിൽ ഒരു ശൗചാലയമോ വൈദ്യുതി കണക്ഷനോ പോലും ഇല്ല. പഞ്ചായത്തിന്റെ കെട്ടിടമാണെങ്കിലും അറ്റകുറ്റപ്പണി പോലും ചെയ്യാറില്ല. ദൂരക്കാഴ്ചയിൽ ഇത് നല്ല മനോഹരമായ പോസ്റ്റ് ഓഫീസ് കെട്ടിടമാണ്. അടുത്തെത്തിയാൽ കെട്ടിടത്തിന്റെ ദുരവസ്ഥ വ്യക്തമാകും. മേൽക്കൂര ജീർണിച്ച് നിലം പൊത്താറായ സ്ഥിതിയിലാണ്. മാത്രമല്ല, തുറന്ന ശൗചാലയമായി പരിസരം മാറിയതിനാൽ ദുർഗന്ധത്തിന് ഒട്ടും കുറവുമില്ല. ഉച്ചകഴിഞ്ഞ് പോസ്റ്റ് ഓഫീസ് അടച്ച് ജീവനക്കാർ പോയാൽ പിന്നെ പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകും. വൈദ്യുതി കിട്ടിയിട്ടില്ല. ഇത്രയും വർഷമായിട്ടും ഈ MC റോഡ് സൈഡിലെ ഒരു കെട്ടിടത്തിന് വൈദ്യുതി ലഭ്യമായിട്ടില്ല. അടിസ്ഥാന സൗകര്യം എന്ന് പറയാൻ ഒരു മൂത്രപ്പുരയോ ശൗചാലയമോ ഇതിനോട് ചേർന്ന് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അവിടെ വൃത്തിഹീനമായി കിടക്കുകയും ആരും വർഷങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത്. ഈ പോസ്റ്റ് ഓഫീസിനോട് ചേർന്ന് നിൽക്കുന്ന വൻ മരങ്ങൾ കാലക്രമേണ ഇത് ഏത് സമയവും ഇതിൻ്റെ മുകളിലേക്ക് തന്നെ നിലംപൊത്താവുന്ന നിലയിലാണ്. അതൊന്ന് മുറിച്ചു നീക്കാനോ ഇതിനെ സംരക്ഷിക്കാനോ ഇവിടുത്തെ അധികൃതർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. പഞ്ചായത്തിൻ്റെ ആയാലും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയാലും ശരി തന്നെ ഒരു അധികാരികളും ഇതിന് വേണ്ടുന്ന ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. നമ്മൾ ഒരുപാട് പേർക്ക് പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിന് വേണ്ടുന്ന ഇവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ഒന്ന് നേരെ ചൊവ്വേ, കാരണം വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇവരുടെ പ്രവർത്തന സമയം കഴിഞ്ഞാൽ
ഇവിടെ പിന്നെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. നമുക്ക് ഇതിന് ചുറ്റും നോക്കിയാൽ കാണാം. കുപ്പിയും ഗ്ലാസും ഒക്കെ ഇത് വേസ്റ്റ് വലിച്ചെറിയുകയും 24 മണിക്കൂറും വരുന്നവരും പോകുന്നവരും ഇതിൻ്റെ പുറകിലൊക്കെയാണ് മറ്റു കാര്യങ്ങളെല്ലാം അവർ നടത്തിയിട്ട് പോകുന്നത്. കെട്ടിടത്തിൽ വൈദ്യുതി ലഭിക്കാത്തതിനാൽ അനുവദിച്ച കമ്പ്യൂട്ടറും തിരികെ കൊടുക്കേണ്ട അവസ്ഥയിലായി. മേൽക്കൂരകൾ ചോർന്നൊലിക്കുന്നതിനാൽ ഫയലുകൾ സൂക്ഷിക്കാൻ പോലും കഴിയാറില്ല. പുതിയ കെട്ടിടം നൽകിയില്ലെങ്കിലും നിലവിലുള്ള കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി നൽകണമെന്നാണ് ആവശ്യം. ഉമ്മന്നൂർ പഞ്ചായത്തിലെ 10ാം വാർഡായിട്ടുള്ള വൈക്കേഡ് വാർഡിലെ പോസ്റ്റ് ഓഫീസിന്റെ അവസ്ഥയാണ്. ലേഡീസ് സ്റ്റാഫുകളാണ് ഇവിടെ വരുന്നത്. അവർക്ക് അത്യാവശ്യമായിട്ടുള്ള പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലുമുള്ള ആ ടോയ്ലറ്റിന്റെ സൗകര്യം നമ്മൾ കണ്ടു, ഒന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം നമ്മൾ കണ്ടു, ഒന്നുമില്ല. ഇവിടെ ഒന്ന് വൃത്തിയാക്കുകയോ ഒരു കെട്ടിടത്തിനൊരു നമ്പർ ഇടിയിച്ച് ഇപ്പോൾ ഓൺലൈൻ സംവിധാനത്തിലാണ് നമ്മൾ പോകുന്നത്. AI കാലഘട്ടമാണ്. ഇവിടെ ഇപ്പോഴും ഒരു ഇരുണ്ട കാലഘട്ടത്തിലേക്കാണ്. MP ഫണ്ടോ മറ്റ് ത്രിതല പഞ്ചായത്ത് ഫണ്ടുകളോ ഉപയോഗിച്ച് പോസ്റ്റ് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്ന് നാട്ടുകാരും പറയുന്നു. സമീപത്തെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് 18 കൊട്ടാരക്കര. ഇടുക്കി മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തനം തുടങ്ങാൻ വൈകുന്നതായി പരാതി. പ്ലാന്റിലേക്ക് വലിയ വാഹനങ്ങൾ കടന്നുവരാൻ റോഡില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മാസങ്ങൾക്ക് മുൻപാണ് പ്ലാന്റ് പ്രവർത്തന സജ്ജമാക്കിയത്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് ഓക്സിജൻ പ്ലാന്റ് നിർമ്മിച്ചത്. പ്ലാന്റ് നിർമ്മാണം കഴിഞ്ഞിട്ട് മാസങ്ങളായി. എന്നാൽ ഇതുവരെ ഓക്സിജൻ നിറക്കാനായിട്ടില്ല. നാളിതുവരെയായും അവിടെ ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ ഓക്സിജൻ ബുള്ളറ്റ് ടാങ്കറുകൾ കൊണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം ഉണ്ടായിട്ടില്ല. ബുള്ളറ്റ് ടാങ്കറുകൾ ഓക്സിജൻ എത്തിച്ചേർന്നുവെങ്കിലും ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് തൊടുപുഴ പുളിയമ്മല റോഡിൽ നിന്നുമുള്ള റോഡ് ബുള്ളറ്റ് ടാങ്കർ പോകുന്നതിനും അവിടെ അതിനനുയോജ്യമായ നിലയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആ റോഡിൻ്റെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതാണ് ടാങ്കർ അതുവഴി പോകാത്തതിന് കാരണമായി മാറിയിട്ടുള്ളത്. ഡിസംബർ അവസാനം 10,000 ലിറ്റർ ഓക്സിജനുമായി ബുള്ളറ്റ് ടാങ്കർ ലോറി എത്തിയെങ്കിലും പ്ലാന്റിലേക്ക് എത്താനായില്ല. റോഡില്ലാത്തതാണ് പ്രതിസന്ധിയായത്. ഇടുക്കി മെഡിക്കൽ കോളേജ് പരിസരത്തെ മുഴുവൻ റോഡുകളുടെയും നിർമ്മാണ ചുമതല കിറ്റ്കോയ്ക്കാണ്. 19 കോടി രൂപ നീക്കിവെച്ചെങ്കിലും നിർമ്മാണത്തിനുള്ള നടപടികൾ പൂർത്തിയാക്കിയില്ല. കിറ്റ്കോ പറയുന്നത് ഞങ്ങൾക്ക് കേരളത്തിൽ നിന്ന് മുഴുവൻ കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട്, ആ പണം കിട്ടിയിട്ട് ഞങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്നും കിറ്റ്കോയ്ക്ക് കൊടുക്കാനുള്ള ആകെ 4.5 കോടി രൂപ മാത്രമാണ്. ബാക്കി പണം മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. മെഡിക്കൽ കോളേജിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത് മുതൽ കിറ്റ്കോയുടെ അലസതയും മനഃപൂർവ്വമായിട്ടുള്ള കാലതാമസവും ഈ മെഡിക്കൽ കോളേജിന് സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തന്നെ തടസ്സമായിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാസങ്ങൾക്ക് മുൻപേ റോഡ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് അധികൃതർക്കും ജില്ലാ ഭരണകൂടത്തിനും കമ്പനി നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ നടപടിയുണ്ടായില്ല. ഈ സെപ്റ്റംബറിൽ നിർമ്മാണ കമ്പനിയുടെ കാലാവധി അവസാനിക്കും. പിന്നീട് ഓക്സിജൻ നിറക്കണമെങ്കിൽ പുതിയ കരാർ വേണ്ടിവരും. വലിയ തുക ചെലവിട്ട് നിർമ്മാണം പൂർത്തീകരിച്ച പ്ലാന്റ് ഉപയോഗശൂന്യമാകുന്ന സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഇക്കാര്യം മെഡിക്കൽ കോളേജ് വികസന സമിതിയെയും ജില്ലാ കലക്ടറെയും ധരിപ്പിച്ചു. അനുകൂല നടപടി ഉണ്ടായില്ല. ജില്ലാ ഭരണകൂടത്തിന്റെ അനാസ്ഥയാണ് പ്ലാന്റ് പൂർത്തിയാവാനുള്ള തടസ്സമെന്ന് ആരോപണമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അടച്ചുപൂട്ടിയ കാസർഗോഡ് തൃക്കരിപ്പൂർ ബീരിച്ചേരിയിലെ മത്സ്യവിൽപ്പന സ്റ്റാൾ വീണ്ടും തുറന്നു. മാലിന്യം പരിസരത്തേക്ക് കളയില്ല എന്ന ഉറപ്പിലാണ് സ്റ്റാൾ വീണ്ടും തുറന്നത്. ബീരിച്ചേരിയിലെ മീൻ വിൽപ്പന സ്റ്റോളിൽ നിന്ന് മലിനജലം സമീപ പ്രദേശത്തെ കുടിവെള്ളത്തെ ബാധിച്ചിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാർ നടത്തിയ പ്രതിഷേധത്തിലാണ് 4 മാസം മുൻപ് സ്റ്റോൾ പൂട്ടിയത്. കോടതി ഉത്തരവുമായി കട തുറന്നു പ്രവർത്തിപ്പിക്കാൻ ഉടമകൾ എത്തിയപ്പോഴും പ്രതിഷേധത്തെ തുടർന്ന് മടങ്ങേണ്ടി വന്നു. പിന്നീട് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ വിളിച്ചു ചേർത്ത ചർച്ചയിലാണ് കർശന ഉപാധികളോടെ കട തുറക്കാൻ തീരുമാനമായത്. കൃത്യമായ ഇടവേളകളിൽ കിണർ വെള്ളം പരിശോധിച്ച് മാലിന്യം കലരുന്നില്ല എന്ന് ഉറപ്പാക്കണം. പരിസരവാസികളിൽ നിന്നും പരാതികളൊന്നുമില്ലാതെ മീൻ വിൽപ്പനശാല പ്രവർത്തിപ്പിക്കാൻ കഴിയണമെന്നും നിബന്ധനയുണ്ട്. ന്യൂസ് 18 തൃക്കരിപ്പൂർ. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണെങ്കിലും AI ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളും വ്യാപകമാണ്. കൊല്ലം കൊട്ടാരക്കരയിലെ യുവ പ്രവാസി വ്യവസായിയെ അപകീർത്തിപ്പെടുത്താൻ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചു എന്നാണ് പരാതി. കൊട്ടാരക്കര ചെങ്ങമനാട് സ്വദേശിയും യുവ പ്രവാസി വ്യവസായിയുമായ ആശിഷ് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കിഴക്കേ തെരുവിൽ വ്യവസായത്തിനായി കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നുവരവെ CPI പ്രവർത്തകർ 2 ലക്ഷം രൂപ ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ട് ആശിഷിനെ സമീപിച്ച ആരോപണത്തിന്റെ അന്വേഷണം നടന്നുവരവെയാണ് മറ്റൊരു ആരോപണവുമായി വ്യവസായി രംഗത്ത് വന്നിരിക്കുന്നത്.
പരാതി നൽകിയതിന്റെ ദേഷ്യത്തിൽ താൻ പീഡനക്കേസ് പ്രതിയാണെന്ന് വരുത്തി തീർക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ ചിലർ പ്രചരിപ്പിക്കുന്നതായാണ് യുവ വ്യവസായിയുടെ പരാതി. AI ടൂളുകൾ ഉപയോഗിച്ച് ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശം ജർമ്മൻ നമ്പറിൽ വ്യവസായിക്കെതിരെ പ്രചരിപ്പിക്കുന്നതായാണ് ആരോപണം. ചെങ്ങമനാടുള്ള ഒരു പെണ്ണിനെ കൊണ്ട് ജർമ്മനിയിൽ ഇരുന്ന ഒരു ചെറുക്കൻ സംസാരിച്ച് അത് റെക്കോർഡ് ചെയ്ത് മറ്റേന്റെ ബാക്കിയായിട്ട് എല്ലാവർക്കും ഫോർവേഡ് ചെയ്ത സംഭവമാണ്. അതിന് ആ സംസാരിച്ച പെണ്ണിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, കൊട്ടാരക്കര സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അപ്പോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അവളെ മാപ്പുസാക്ഷിയാവും, അവള് തയ്യാറാണ്, സോറി പറയാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ചെയ്യിപ്പിച്ചതെന്ന് പറഞ്ഞാൽ ഹരി സുരാജും കൂടെ ജർമ്മനിയിലുള്ളവനെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് അവൻ അവനെ വിളിച്ച് ഇതേപോലെ വിരട്ടിയപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞു, ഇതേപോലെ എനിക്ക് ഇവിടുന്ന് ഈ സുരാജും ഹരിയും വെങ്കലക്കട സജിയും കൂടാണ് ചെറിയ വെങ്കലക്കട സജി എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്ലൈ ചെയ്യാത്ത പോലെ ഇതൊന്നുമില്ല, അവരാണ് ഇവർക്ക് കൊടുത്തത്. അങ്ങനെ ഒരു ട്വിസ്റ്റ്, അതായത് അവിടുന്ന് IP അഡ്രസ് വഴി കിട്ടത്തില്ലെന്നൊക്കെയുള്ള രീതിയാണ് ഇവർ ചെയ്തത്. പക്ഷെ ഈ സ്ത്രീയെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇത് ഇങ്ങനെ എല്ലാവരുമായിട്ട് സ്പ്രെഡ് ചെയ്ത് പോകും. ഞാൻ പരാതി പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ സ്ത്രീയെ കിട്ടിയോണ്ട് മാത്രമാണ് നമുക്ക് അനുകൂലമായിട്ടൊരു ഇത് വന്നത്. സംഭവത്തിൽ കൊട്ടാരക്കര സൈബർ പോലീസിൽ യുവ വ്യവസായി പരാതി നൽകി. സൈബർ സെല്ലിൽ പരാതി കൊടുത്തു. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ആ സ്ത്രീ സോറി പറയാൻ തയ്യാറാണ്. അവരെ ഇങ്ങനെ ഇത്രയൊരു ക്രൈം ചെയ്തിട്ട് എന്നെയും ഒരു മിനിസ്റ്ററുടെ ബിനാമിയാണ് ഞാൻ എന്നൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ട് അതിനിപ്പോ അത് നിർത്തിയിട്ട് നമ്മളിപ്പം ഞാൻ സോറി പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ ഒരു സമൂഹത്തിൽ ഒരു നല്ലൊരു പോസ്റ്റ് ഒരു ബിസിനസ്സുകാരനാണ്, വളർന്നു വരുന്ന ഒരു ബിസിനസ്സുകാരനാണ്. എനിക്ക് 39 വയസ്സേ ഉള്ളൂ. എനിക്ക് ഇനി വളരെ ഇഷ്ടമുള്ള ഇതുണ്ട്. എനിക്കത് വളർന്നു വരുന്നത് എന്നെ ഇപ്പോഴേ എന്നെ ചവിട്ടി താഴ്ത്തി ഇതാക്കുമെന്ന് പറഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല. എനിക്കുള്ള ഇത് എന്നെ ചവിട്ടി താഴ്ത്തിയോ എന്നെ ആത്മഹത്യ ചെയ്യോ ഞാൻ കൊല്ലിയോ അവരെന്തോ ചെയ്യട്ടെ. ഇനി ഒരു പ്രവാസിക്ക് ഗതി വരാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് പറഞ്ഞത്. നേരത്തെ ആശിഷിനോട് പാർട്ടി ഫണ്ടിലേക്ക് പണം നൽകിയില്ലെന്ന തർക്കത്തെ തുടർന്ന് ആശിഷിനെ മർദ്ദിക്കുകയും കാർ തല്ലിത്തർക്കുകയും ചെയ്തതിന് 6 CPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിനെ തുടർന്നാണ് തനിക്കെതിരെ വ്യാജ പ്രചരണം സൃഷ്ടിച്ച് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ എതിർവിഭാഗം സൃഷ്ടിക്കുന്നതായ ആരോപണവുമായി ആശിഷ് രംഗത്തെത്തിയത്. അതേസമയം പണം ആവശ്യപ്പെട്ടെന്ന ആരോപണത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് CPI ചെങ്ങമനാട് ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. പച്ചക്കറി കൃഷിയിൽ പുതിയ പരീക്ഷണവുമായി കാസർകോട്ടെ തോട്ടവിള ഗവേഷണ കേന്ദ്രം. അജാനൂർ കൊളവയൽ പാടത്ത് ഡ്രോൺ ഉപയോഗിച്ചാണ് ഇവിടെ ജൈവവളം തളിച്ചത്. ഇതിലൂടെ പുതിയ സാങ്കേതികവിദ്യ കർഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. അജാനൂർ കൊളവയലിലാണ് നോക്കത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഈ ചീരപ്പാടം. ഒക്ടോബറിലാണ് കൃഷി തുടങ്ങുക. 5 മാസത്തോളം പരിപാലനം. പൂർണ്ണമായും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. പാടശേഖരത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ഡ്രോൺ വഴിയാണ് ജൈവവളം തളിച്ചത്. CPCRI കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞർ നേതൃത്വം നൽകി. പുതിയ സാങ്കേതിക വിദ്യ കർഷകർക്ക് പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. നമുക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി, ഡ്രോൺ എന്ന് പറഞ്ഞൊരു ടെക്നോളജി ഉണ്ട്. അത് വെച്ച് നമുക്ക് ഏകദേശം ഒരു 6 മിനിറ്റ് കൊണ്ട് 1 ഏക്കർ സ്ഥലം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തൊഴിലാളി ലഭ്യത കുറവാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നിൻ്റെ അളവ് വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ വളത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കാനായിട്ടും നമുക്ക് ഈ ഒരു സ്പ്രേ ടെക്നോളജി കൊണ്ട് നമുക്ക് വളരെ സാധിക്കും. മണ്ണിര കമ്പോസ്റ്റ് നിർമ്മാണ വേളയിൽ ലഭിക്കുന്ന വെർമി വാഷാണ് പച്ചക്കറി പാടത്ത് തളിച്ചത്. 6 മുതൽ 10 മിനിറ്റിനുള്ളിൽ 1 ഏക്കർ സ്ഥലത്ത് ഡ്രോൺ വഴി മരുന്ന് തളിക്കാൻ പറ്റും. 25 കിലോ ഭാരമുള്ള ഡ്രോണിന് 10 ലിറ്റർ മരുന്ന് വഹിക്കാനുള്ള ശേഷിയുമുണ്ട്. ഉയർന്ന മർദ്ദത്തിൽ സൂക്ഷ്മ കണികകളായി വളം തളിക്കുന്നതിനാൽ വളത്തിന്റെ അളവ് കുറയ്ക്കാനുമാകും. ചെടികളുടെ തലപ്പിൽ നിന്ന് 1 മീറ്റർ മുതൽ 2 മീറ്റർ വരെ ഉയരത്തിലാണ് ഡ്രോൺ പറത്തി മരുന്ന് തളിക്കുന്നത്. പൂർണ്ണമായും ചാർജ് ചെയ്ത ബാറ്ററി ഉപയോഗിച്ച് 15 മിനിറ്റോളം ഡ്രോൺ പറത്താനുമാകും. നൂതനമായ രീതിയിൽ CPCRI പുതിയ ഒരു പ്രോജക്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഡ്രോൺ ഉപയോഗിച്ചാണ് ഇപ്പോൾ കണ്ടുവല്ലവരും ആ രീതിയിലേക്കുള്ള ഒരു ബിസിനസ്സാണ് തെളിയിക്കുന്നത്. CPCRI ബയോകെമിസ്ട്രി വിഭാഗം മേധാവി ഡോക്ടർ മുരളി ഗോപാൽ നേതൃത്വം നൽകി. ന്യൂസ് 18 കാസർഗോഡ്. കോതമംഗലം കീരമ്പാറയിൽ മില്ലറ്റ് കൃഷിക്ക് തുടക്കമായി. കൃഷിഭവന്റെ സഹകരണത്തോടെ 7 ഏക്കർ സ്ഥലത്താണ് ചെറുധാന്യങ്ങളുടെ കൃഷി. കോതമംഗലം കീരമ്പാറയിൽ ദ ഫാമേഴ്സ് ക്ലബ്ബ് കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് കൃഷി ആരംഭിച്ചത്. 7 ഏക്കർ സ്ഥലത്ത് ചാമ, റാഗി, മണിച്ചോളം, തിന, കമ്പച്ചോളം എന്നീ ചെറുധാന്യങ്ങളും വൻപയർ, ചെറുപയർ, മുതിര, എള്ള് എന്നിവയുമാണ് കൃഷി ചെയ്യുന്നത്. പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കൃഷി. നടീൽ ഉത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി നിർവഹിച്ചു. മഞ്ഞയിൽ പാടശേഖരം ഒരു കാർഷിക വിപ്ലവത്തിന്റെ ഒരു സ്ഥലം കൂടിയാണ്. ഇതിനു മുമ്പ് നമ്മൾ പലതവണ ഇവിടെ വിധി ഉത്സവം, അതുപോലെ തന്നെ
വിളവെടുപ്പ് മഹോത്സവമൊക്കെ നല്ല രീതിയിൽ കൊണ്ടാടിക്കൊണ്ട് ഈ പ്രദേശത്ത് വലിയൊരു കാർഷിക വിപ്ലവത്തിന് തുടക്കം കുറിക്കുകയാണ് ഈ മഞ്ഞയിൽ പാടശേഖരം. കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് കൃഷി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ചെറുധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ദാനി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന റോജോ, ജോമി തെക്കേക്കര, മഞ്ജു സാബു, മാമച്ചൻ ജോസഫ്, VC ചാക്കോ എന്നിവർ നടീലുത്സവത്തിന്റെ ഭാഗമായി. ന്യൂസ് 18 കോതമംഗലം. ആയിരങ്ങൾക്ക് ദർശന പുണ്യമേകി കണ്ണൂർ മാതമംഗലം മുച്ചിലോട്ട് ക്ഷേത്രത്തിൽ തിരുമുടി നിവർന്നു. 4 ദിവസങ്ങളിലായി നടന്ന പെരുങ്കളിയാട്ടം കാണാൻ 10,000ങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. പെരുങ്കളിയാട്ട ഭൂമിയിൽ ഭക്തർ ഒറ്റ മനസ്സോടെ കാത്തിരുന്ന നിമിഷം. കലശം കുളിച്ച് ബാല്യക്കാരും ഭഗവതിയുടെ പ്രതിപുരുഷന്മാരും മേലേരി കയ്യേൽക്കുന്ന ചടങ്ങിന് സാക്ഷിയായി. ക്ഷേത്രമുറ്റത്ത് കൈലാസക്കല്ലിനെ വന്ദിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ മുച്ചിലോട്ടമ്മ അരങ്ങിലെത്തി. കൈകളിൽ വെള്ളോട്ട് പന്തമേന്തി പൊയ്കണ്ണണിഞ്ഞ് ആചാരക്കാരും അരിയെറിഞ്ഞ് വരവേറ്റു. മണിക്കിണറിൽ നോക്കി വലം വച്ച് പുറപ്പാടിന് ശേഷം മുച്ചിലോട്ടമ്മ ഭക്തർക്ക് മഞ്ഞക്കുറി നൽകി. തിരുവായ്മൊഴി ചൊല്ലി അനുഗ്രഹം ചൊരിഞ്ഞു. രാത്രി 12-ന് തിരുമുടിയെടുത്ത് വെട്ടിലാചാരത്തോടെയാണ് പെരുങ്കളിയാട്ടം സമാപിച്ചത്. പുലിയൂർ കണ്ണൻ, തലച്ചിറവൻ, തൊണ്ടച്ചൻ ദൈവം, കൊടിയിലത്തോറ്റം, തായ്പര ദേവത, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുണ്ടോർ ചാമുണ്ടി, ഗുളികൻ തെയ്യങ്ങളും അരങ്ങിലെത്തി. ന്യൂസ് 18 കണ്ണൂർ. ഈ ദിവസത്തെ മറ്റ് പ്രധാന വാർത്തകളിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. അതിനിടയിൽ ഈ ദിവസത്തെ പ്രകാശം നിറഞ്ഞതാക്കാൻ നമുക്ക് നല്ല വാക്ക് കേൾക്കാം.